എടാ സുഖു, നീ ഇത് എവിടെയാണ്? ഇന്ന് പണിക്കാരെ വിടാന്ന് പറഞ്ഞാണോ നീ? ഇത്ര നേരോട്ട് അവന്മാര് വന്നിട്ടില്ലാന്ന്. എന്റെ ദൈവമേ, എടാ 2 ദിവസം കൊണ്ട് പണി തീർക്ക. എന്തൊക്കെയാ നീ പറയണത്? ചേട്ടന്റെ സ്വഭാവം നിനക്കറിയാല. എന്റെ ഒരേ ഒരു ആങ്ങളെ ചെയ്തോണ്ട് മാത്രം നിന്റെ അടുത്ത് ഇതുവരെ ഒന്നും പറയാത്തത്. നീ ഒരു കാര്യം ചെയ്, അവരോട് പെട്ടെന്ന് വരാൻ പറഞ്ഞ നിന്റെ ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്വഭാവം അറിയാലോ പുള്ളിടാ. ഇതെന്താണ് കാണിക്കണമെന്ന് അറിയാവാ? നിന്റെ ആങ്ങളെ തന്നെ ഉണ്ടല്ലോ, നീ നോക്കിയടി. ഇത് കണ്ടാ, ഞാൻ അവിടെ ഭിത്തിയിൽ ആണി അടിച്ച് തൂക്കിയിട്ട് ഷർട്ടാണ് അവന്മാര് പെയിന്റ് അടിച്ച് വെച്ചാൽ നോക്കിയേ കേട്ടാ. അല്ല, ഇതൊന്നും ഞാൻ മേടിച്ചെന്ന ഷർട്ടല്ലേ? നീ മേടിച്ചെന്നാണ്. നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ലെന്ന് മാറ്റിയിട്ടേച്ചത്? മാറ്റിയിട്ടതാണ്. ഇതിപ്പോ നല്ല ഭംഗിയായാലും അടിപൊളി നല്ല കളർഫുൾ ആക്കി അവന്മാര്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടാ. ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത പണി കാണിച്ചു വെച്ചേക്കണത്. ഉമ്മാര് എത്ര രൂപയുടെ ഷർട്ടാണെന്ന് അറിയാവാ? ഇരിക്കട്ടാ. നീ ഇതാര്? ആരെ ഫോൺ ചെയ്തിരുന്നോ? അതെ, എന്റെ ആങ്ങളെ സുഖുവിനെ വിളിച്ചതാ. സുഖുനെ? സുഖുനാണോ വിളിച്ചത്? ഇങ്ങോട്ടാ, നീ പിടിച്ചേ. അല്ല, ഞാൻ പറയണേ, നീ ഒന്നും പറയണ്ട. ഞാൻ പറയണ കേക്ക് ചേട്ടോന്ന് അവര് വിളിച്ച് പറഞ്ഞു. അവർ ഇന്ന് തന്നെ വരും, പണി തീർക്കും. ഇന്നല്ല, ഒരാഴ്ചയായിപ്പാ. ഒരാഴ്ചയാ. ഇടി അമേരിക്കക്കാരായിട്ട് ഞാൻ അഡ്വാൻസ് മേടിച്ചേക്കണ പെരയുണ്ട്, നിനക്കറിയാവാ? ഇത്ര ചെറിയ പെരയായിട്ട് എന്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ടാണ് ഞാൻ ഇത്ര ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചേക്കണ, അറിയാവാ? നിന്റെ അങ്ങോട്ട് ഒറ്റ വാക്കിലാണ് ഈ പെയിന്റിംഗ് അറിയിച്ച അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. നീ ഇടപെടരുത്, ആണുങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. നീ ഇടപെടരുത്. നീ മിണ്ടരുതെന്ന്. ഞാനിവിടെ ഉണ്ട്, ഞാൻ സംസാരിച്ചോളാം. അവന്റെ ഇടപാടി ഞാൻ തീർത്തു കൊടുക്കാം. സൂണ അളിയനാടാ, നീ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല. അല്ല, ഇതിപ്പോ ഒരാഴ്ചയില്ലടാ ഒരു പണിക്ക് വന്നിട്ട്. അല്ല അങ്ങനെ എടി, ഇത് ഞാൻ അമേരിക്കക്കാർക്ക് ഇതിന്റെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തേക്കാണ് പേരുടെ. അപ്പൊ ആ കളർ തന്നെ അടിക്കണം. അവർ 60 ലക്ഷം രൂപയ്ക്ക് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ 10 ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചാ. നിന്റെ ചേച്ചിയുടെ സ്വഭാവം അറിയാല്ല. 7 ലക്ഷം ഇപ്പൊ തന്നെ ചിലവായി, ബാക്കി 3 ഇരിക്കണം. 3 ലക്ഷം രൂപയായിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്ന്. അതെ, ഇന്ന് വരുവാ. ഓക്കെ, അവനവിടെ ഇന്ന് വിറക്കേണ്ടത്. നിന്നെ കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയാണ് എന്റെ കഷ്ടകാലം. കല്യാണം കഴിച്ചെന്നാ? പിന്നല്ലാതെ. ഇങ്ങനെ പ്രേമിച്ച് കിട്ടിയതല്ലേ? പ്രേമിച്ച് കിട്ടിയെന്നാ? ഞാനാ നിന്നെ? ശരിയാ. നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ നീ പ്രേമിച്ച് കടന്നിട്ട് കെട്ടാച്ചരക്കായിട്ട് വീട്ടിൽ നിന്നപ്പോ നിന്റെ ആങ്ങള എന്റെ തലയിൽ വെച്ച് കെട്ടി തന്നു. അങ്ങനെ പ്രേമിച്ച് കെട്ടിയതാണ്. ആയിരിക്കട്ടെ, പണിക്കാരൊന്നും വരും. അവർക്ക് എന്താ കൊടുക്കാനായിട്ട്? അവർക്ക് പുട്ട് കൊടുക്കാം. ഇന്നും പുട്ടാണോ? നിങ്ങളുടെ ഭർത്താവിനെ കേട്ടാ തോന്നുന്നു നാളെയും പുട്ടല്ലെന്ന്. നാളെയും പുട്ട് തന്നെയാ. ദൈവമേ, പുട്ട് കണ്ടുപിടിച്ചവനെ. എന്തിനാ കണ്ടുപിടിച്ചവനെ പറയണ? പുട്ട് കുറ്റി മേടിച്ചു കൊടുത്ത് എന്നെ പറഞ്ഞാ പോരെ? ഒരു കാര്യം ചെയ്, നീ എനിക്കുള്ള ചൂട് ചായ ഇട്. ഞാൻ ചായ ഇടണ? ഞാനാണ് ഈ വീട്ടിൽ ചായ ഇടണത്? അല്ല, ചായ ഞാനിടാം, പക്ഷെ പഞ്ചസാര ഞാൻ ഇടും. അങ്ങോട്ട് ഇട്ട് കുടിക്കണം. ഞാൻ കുടിക്കും. കലക്കിയാനൊക്കെ തരും. വരും. സത്യം പറഞ്ഞാൽ നമ്മൾ ബസ് ഇറങ്ങി ഇത്രയും ദൂരം നടന്നു വരേണ്ട പണിയൊക്കെ ഇനി സത്യം പറഞ്ഞാൽ എടുക്കരുത്. അതാ വേണ്ട. അത് തന്നെ. പിന്നെ കാല് കുഴയില്ല മനുഷ്യന്റെ. നമുക്കിന്ന് നിക്കണം. എന്താ ഈ തിങ്കളാഴ്ചയായിട്ട് പണിക്ക് നിൽക്കാൻ ഭയങ്കര എനിക്കൊരു എനർജി കിട്ടണില്ല. കറക്റ്റാട്ടാ. പ്രൊഫഷണൽ പെയിന്റർമാര് തിങ്കളാഴ്ച പണിക്ക് നിൽക്കത്തില്ല. അത് ഞായറും നിങ്ങൾ അവർക്ക് സത്യം പറഞ്ഞ ഇവൻ പറഞ്ഞൊരു മടിപ്പുണ്ടാ രാവിലെ ഞാൻ മഴക്കൂരാപ്പ് കണ്ടപ്പോഴേ എനിക്കൊരു മടിയില്ലേ? സത്യം പറഞ്ഞ ഒരു മടി ഉണ്ടായിരുന്നു. നമുക്ക് പോയാലോ? പിന്നെ അതും പോരായിട്ട് രാവിലെ കണി കണ്ടേ ആരെയാ? എന്റെ അച്ഛനെ കണി കണ്ടായിരുന്നു. നല്ല ദിവസമാണ്. ആ കിണ്ടിയാണ് നല്ല ദിവസം. ഇവിടെ അച്ഛനെ കണി കണ്ടപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ പണി നടക്കത്തില്ലെന്ന്. കാരണം അച്ഛൻ പണിക്കും മേലക്കും പോകാതെ വീട്ടിൽ ഇരുന്നാണ് എന്നെ വളർത്തിയത്. അപ്പൊ അത് ഇന്നത്തെ ദിവസം പോകാന്ന് ഉറപ്പാ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ചിറങ്ങിയപ്പോ സത്യം പറഞ്ഞാൽ ഒന്ന് ഉഷാറായി. നിക്കണ്ട, പോവാ നമുക്ക്. എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം. എനിക്കതല്ലെന്ന്, എനിക്ക് തല ഇവിടെ ഭയങ്കര വേദന. എനിക്ക് ഇന്നലെ അടിച്ച് ചേറ് തരാതെ അടിച്ച് കയറ്റിന്റെ തല. അതിന്റെ അല്ല, ഇന്നലെ 5-6 പേരൊക്കെ ചേർന്നിട്ടില്ല, തലക്കിട്ട് ഇടിക്കായിരുന്നു. എന്തൊരു ആദ്യരാത്രി കാണാൻ പോയി. എടാ ദുഷ്ടന്മാരെ, അപ്പൊ ഈ കള്ള് പഠിപ്പിച്ച് എന്നെ വീട്ടിലോട്ട് പറഞ്ഞിട്ടോ നീയൊക്കെ ആദ്യരാത്രി സിനിമ കാണാൻ പോയി? അയ്യാ, ആദ്യരാത്രി സിനിമല്ല. പിന്നെ ഇന്നലെ സുമേഷിന്റെ കല്യാണം ആയിരുന്നല്ല, അവന്റെ ആദ്യരാത്രി ഒളിച്ചു നോക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പിടിച്ച് അച്ചറ ഇടിക്കായിരുന്നു അവനെ പിടിച്ച്. നിനക്ക് വേണം, നിനക്ക് ഇച്ചിരി നിനക്ക് അസുഖം ഉണ്ടായി. നമുക്ക് പോവാടെ, നിക്കണ്ടെന്ന്. പോവാ. ഒരിക്കലും മൂടില്ല. ഞാൻ എന്റെ ബാഗ് എടുത്ത് കേട്ടാ. അതെ, ഹോൾസെയിലായിട്ട് ഉപ്പ് ഇവിടുന്ന് കിട്ടും. ഹോൾസെയിലായിട്ട്? നിനക്ക് എന്തൊരു ഉപ്പ് ഇപ്പൊ? അതായത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇടി ഉണ്ടാക്കിയല്ല, പോലീസ് പിടിച്ചോണ്ടായി. ഡെസ്സേ പറഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് ഉപ്പിട്ടിട്ട് പോണെന്ന് പറഞ്ഞു. എടാ പൊട്ടാ, ഉപ്പിട്ടിട്ട് പോകാനല്ല, സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ടിട്ട് പോകാനാണ് പറഞ്ഞത്. ഇപ്പൊ ആ ചൊപ്പറക്കണ്ണ നമ്മളെ കണ്ടിട്ടില്ല. ഈ സമയത്ത് നമ്മുടെ രക്ഷപ്പെട്ടാ ഇന്ന് ഓക്കെ സാധനം മേടിച്ച് അടിച്ചു പോയ സാറന്മാര് വന്നാ? ഞാൻ അളിയനെ വിളിച്ച് രാവിലെ പറഞ്ഞു. ഇതെവിടെയായിരുന്നു? കാണാനില്ലല്ലോ. എന്റെ വീട്ടിൽ വന്നിട്ട് എവിടെയാണെന്നാ? നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു. എത്ര പ്രാവശ്യം വിളിച്ച്? സ്വിച്ച് ഓഫ് ഫോൺ. അതിന്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തായാലും വന്നല്ല, പണിക്കില്ല. പെട്ടെന്നില്ലടാ. അമേരിക്കക്കാരായിട്ട് ഞാൻ അഡ്വാൻസ് മേടിച്ചാണ്. നിങ്ങൾ ഒന്ന് പെട്ടെന്ന് നടന്നു വന്ന ക്ഷീണമുണ്ട്. ക്ഷീണമുണ്ടെന്ന് പെട്ടെന്നില്ല. ഇതെന്ത് പേപ്പറാണത്? ഇന്നത്തെ പേപ്പറാണോ? ഇന്നത്തെ എന്താണ്? എന്താ ലോട്ടറി നോക്കാനാടാ? ലോട്ടറി അല്ല,
ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ അടുത്തുള്ള ഒരു ശരണ്യ എന്ന് പറഞ്ഞ കൊച്ച് എടാ അവള് വിളിച്ചോടിയോ വാർത്തന്നെ മോനെ എന്റെ അപ്പോ ഇത് ചിമുട്ടൻ ചേച്ചോണ്ടോ ഇത് അത് കണ്ടിട്ടുണ്ടോ? ഇത് ജങ്കാറൻ ജങ്കാർ ചങ്കാറ് പോലെ ചേച്ചണത്. പക്ഷെ അടിച്ചോണ്ട് പോയി ചേർക്കാൻ ഞാനൂല ഇറക്കണ അവൻ കൊള്ളൂല, അവൻ പോരാ, അവൻ തോന്നിയാണ്. നിന്നെയൊക്കെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ എന്റെ പരിസരത്താണല്ല നമ്മൾ ആദ്യം വളച്ച് തെറ്റാക്കും താനും എന്റെ വീടിന്റെ അടുത്തുണ്ട് ഇതുപോലത്തെ 2 ജങ്കാർ പോലത്തെ ചേച്ചിമാര്. എനിക്ക് അവരോട് ഒടുക്കത്തെ പ്രേമമാണ്. ആർക്കും അറിയാൻ പാടില്ല. ശരിയാ ആ ചേച്ചിമാർക്കും അറിയാൻ പാടില്ല. അതല്ലെന്ന് അതിലൊരു ചേച്ചി എന്നെ മുഖത്ത് നോക്കിട്ട് ഏത് നേരം ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. അതെന്തെന്നറിയാടാ, ഇതിപ്പോ നിന്നെ നോക്കുമ്പോ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത്. അല്ലെന്ന് 2 പേരും ഒരു ചിരിയുണ്ട് ഇങ്ങനെ എന്നെ കാണുമ്പോ. എടാ അതിപ്പോ ചിരിക്കരുത്, ആരായാലും ചിരിക്കില്ലേടാ. എടാ നിന്നെ കണ്ട ആരായാലും ചിരിക്കും. സത്യം പറയല്ലേ അല്ലേ, നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ 1.25 മണിക്കൂറും 15 സെക്കൻഡും നിന്ന് ചിരിച്ചവനാ ഞാൻ. സത്യം പറയാ നിന്നെ ഇപ്പൊ പണിക്ക് വരുമ്പോ ഞാൻ ഇടയ്ക്ക് നോക്കാതെ എനിക്ക് ഞാൻ ചിരിക്കും. നീയൊക്കെ ഇവിടെ പേപ്പർ വായിച്ച് കഥ പറയാമെന്നാണ് കുറെ നേരം ഞാൻ കേൾക്കണം. ഇപ്പൊ നിർത്തി പുറത്ത് പേപ്പർ വായിച്ച് കഥ പറയാനായിട്ട് വന്നാണ് നീക്ക. ചേട്ടൻ പേപ്പർ വായിച്ചാ? ഞാൻ രാവിലെ പേപ്പർ വായിച്ച്. ഞങ്ങൾക്ക് എന്ത് പേപ്പർ വായിക്കാൻ പാടില്ലേ? അടിമകളെ പോലെ കാണല്ലേ ഞങ്ങളെ? അല്ലടെ എന്റെ വീട്ടിൽ പണിക്ക് വന്നിട്ട് നിങ്ങൾ പേപ്പറും കഥയും പറഞ്ഞിട്ട് കാര്യമായ പണിക്കാര് നമുക്ക് അച്ഛനമാരും ഞങ്ങൾ അത്യാവശ്യം സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുള്ള കോളേജ് പോയിട്ടുണ്ടോ? പിന്നെ കോളേജിൽ ഏത് കോളേജിലാണ് പോയത്? ഡിഗ്രിക്കാ? ഡിഗ്രിക്കല്ല പെയിന്റിങ്ങിന്. പെയിന്റിങ്ങിനല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് പെയിന്റ് ഇപ്പൊ തന്നെ സമയം 10 ആയി. ചെല്ലി 10 എന്താടാ ഇടയ്ക്ക് ചായ കുടിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണ്ടേ, കാപ്പി അടിക്കണ്ട. അപ്പൊ ഇതുവരെ ചായ കുടിച്ചില്ലേ? ചേട്ടൻ വല്ലതും കഴിച്ചു ഞാൻ ചായ കുടിച്ചു. അപ്പൊ എന്നാ ഞങ്ങൾ മനസ്സിലല്ലേ ഞാൻ കഴിക്കണ്ടേ? അല്ലടാ നിങ്ങൾ ചായ കുടിച്ചിട്ട് വന്നാ പോരെ, 10 മണി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ഇത് തീർക്കണ്ടേ? ഇത് ഈടെ ഇത് കാപ്പി കുടിക്കാൻ ഞങ്ങളെ ബൈലോയിലുള്ള പെയിന്റിംഗ്. എന്നാ ചെല്ലി പെട്ടെന്ന് കുടിച്ചിട്ട് വാ, ചെല്ലി. എന്ത് കഷ്ടമായിട്ടോ ഇതൊക്കെ. ചേട്ടൻ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടായിരുന്നു? എനിക്കൊരു പരിപാടിയില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ ടോട്ടൽ ഫ്രീ ആണ്. ഫ്രീ ആണല്ലോ. ഒരു കാര്യം ചെയ്താൽ നമുക്ക് സംഭവം എളുപ്പമാക്കാം. എന്താണ്? ചേട്ടൻ അതാ പുറകെ ഇരിക്കുന്ന പെയിന്റ് ഒക്കെ ഒന്ന് കലക്കി വെച്ചാൽ പെട്ടെന്ന് ഷാറ പറയുന്നത് നമ്മളൊന്ന് അടിച്ചു. പെയിന്റ് ഞാൻ കലക്കി വെക്കണം നിങ്ങൾ വരുമ്പോ. അപ്പൊ ഞാൻ പിന്നെ അത് ഭിത്തിയിൽ അടിച്ചു വെച്ചാലാ? അടിച്ചു വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് തച്ചാച്ചി കിട്ടിയാൽ പോയി ചായ കുടിച്ചിട്ട് വേണം. പെട്ടെന്ന് വരും കേട്ടോ. അഭ്യാസം കൊണ്ട് വരേക്കണം. എന്റെ പൊന്നി ഈ കല്ലിലൊക്കെ കാണിച്ചിട്ടേക്കണം വേണ്ട, ചുമ്മാ കുത്തി വരച്ചിട്ടേക്കണ ഇവന്മാര്. പണിക്കാര് വന്നാ? പണിക്കാര്? അയ്യോ പണിക്കാര് വന്ന്, നിന്റെ ആങ്ങളെ വെച്ച പണിക്കാര് വന്ന് എനിക്ക് ഉഗ്രം പണി തന്നിട്ട് പോയിട്ടുണ്ട്. പോയെന്നാ? എടി അവന്മാര് വന്നപ്പോ ഞാൻ പറഞ്ഞു 10 മണിയായില്ല പണിയാൻ പാടുന്നത്. 10 മണിക്ക് അവന്മാര് സ്ഥിരമായിട്ട് ചായ കുടിക്കാണെന്ന് പറഞ്ഞു പോയി. എന്ത് പറയാനാണെന്നറിയാം. ഇത് ഒരു ചായ ഇട്ട് കൊടുക്കായിരുന്നു. അയ്യടാ, നാട്ടിലുള്ള കാക്കിരി പൂക്കിരിക്കൊക്കെ ചായ ഇടാനിരിക്കണ നീ. ഞാനൊരു ചായ ചോദിച്ചു, നിനക്ക് ചായ ഇടാനായിട്ട് നേരെയില്ല അല്ലേ? അയ്യോ, ഞാൻ ചായ ഇട്ട് കൊടുക്കണ കാര്യമല്ല പറഞ്ഞ, പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ചായ ഇട്ട് കൊടുപ്പിക്കണ കാര്യം പറഞ്ഞതാ. അടി വന്നവർക്കൊക്കെ സദ്യ ഒരുക്കി ഞാനിവിടെ വെറുതെ നിൽക്കാണല്ലോ അല്ലേ? ചൂടായി സംസാരിക്കല്ലേ. എന്താ? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ കാശ് കൊണ്ടാ നിങ്ങൾ ഇവിടെ ജീവിക്കണത്. ഞാൻ നിന്റെ കാശ് എന്ത് കാശ് എടുക്കണേ? ഞാൻ നിന്റെ ഞാൻ അലമാരി കാശ് വെച്ചാൽ അത് എടുത്തോണ്ട് പോകും. ഞാൻ പേഴ്സി കാശ് വെച്ചാൽ നിങ്ങൾ അതും കൊണ്ടുപോകും. ബ്ലൗസിന്റെ ഉള്ളിൽ കാശ് വെക്കാന്ന് വെച്ചാൽ അത് എടുത്തോണ്ട് പോകും. അത് ശരി, അലമാരിന്ന് കാശ് എടുത്ത് ഓക്കെയാണ്. പേഴ്സിന്ന് എടുത്ത് ഈ ബ്ലൗസിന്ന് കാശ് എടുക്കണ ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ മനുഷ്യൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. അലമാരുടെ ഉള്ളിൽ ഞാൻ എന്റെ ബ്ലൗസ് ഇങ്ങനെ മടക്കി വെക്കൂലേ, അതിന്റെ ഇടയിൽ ഞാൻ കാശ് വെക്കൂലേ, അതെടുത്തോണ്ട് വിചാരിക്കാനായിട്ട് ഇനിയൊരു ചായ ഇടണോ? നീ ചായ ഇടുവാ? വേണ്ട, ഞാൻ വെക്കോളാം. എന്റെ പൊന്നടാവേ, ഇവന്മാരിത് ഭക്ഷണം കഴിച്ചിട്ട് എപ്പോ വരാനാണ്? കാപ്പ് കുടിച്ച വഴി ഡ്രസ് മാറി നന്നായി. അല്ല പിന്നെ അതിന് മെനക്കെട്ട് പിന്നെ ചായ കണ്ടായിരുന്നു. ചായ കൊള്ളാം, പക്ഷെ ബീഫ് ഫ്രൈ ലോക തോൽവി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭയങ്കര തോൽവി ബീഫ് ഫ്രൈ. 3 പ്ലേറ്റ് കഴിച്ചല്ലോ നീ. കൊള്ളാത്തോണ്ടാ 3 അടിപൊളിയാണ്. 5 ഞാൻ കഴിക്കുന്നത്. കഴിച്ചാൽ നിൽക്കട്ടെ, പണി ചെയ്യാൻ ചേട്ടാ ഒരു 5 മിനിറ്റ് റെസ്റ്റ് വേണ്ട. കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇത്ര നേരം റെസ്റ്റ് അല്ലായിരുന്നാ? ഒന്ന് ചെയ്യടാ. തുടങ്ങാൻ പോവാണ്. പ്രയർ ഉണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. എന്തോരം വേണം? പ്രയറല്ലെന്ന് പ്രയർ ഉണ്ട്. സംഭവം പണി പിടിച്ച കോംപ്ലക്സ്. അതെ അതെ അതെ, മധുവിന്റെ വീട്ടിൽ പോലെ ചെയ്ത പണി ആവരുത്. പച്ചടിക്കാൻ പറയുമ്പോ പച്ചടിക്കണം, കാപ്പി കൊണ്ടേ അടിക്കരുത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിച്ചിട്ട് അടിക്കാവൂ. ഉള്ള പണി കളയരുത്. പിന്നെ 12:45 അടിച്ചാൽ നമ്മൾ ഊണ് കഴിക്കാൻ പോകും. 4 മണിയാകുമ്പോ ചായ കുടിക്കാൻ പോകും. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, 4 മണി എന്നുള്ളത് കഴിഞ്ഞിട്ട് നീ നേരെ ഇനി നിൽക്കേണ്ട പൊക്കോണം. നേരെ പെയിന്റ് മേടിക്കാനെന്ന് പറഞ്ഞാൽ പെയിന്റ് എടുക്കണം. എന്നിട്ട് മാവൻചോട്ടി വരെ ഞങ്ങൾ 5 പെയിന്റ് മാവൻചോട്ടിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ കേട്ടാ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒരു ഡൗട്ടും ഇല്ല. ആരെങ്കിലും പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഓക്കെ എൻട്രി കാര്യങ്ങളൊന്നും വിഷയം, കളർ വിഷയം ഉണ്ട്. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചാലോ? നമുക്ക് നിക്കണം. ഇവ ഇത് മടിപ്പിക്കാണ്ട് ഇത് വെറുതെ ഇവൻ ഇത് നിക്കണായിരുന്നു. കുഴപ്പമില്ല, സമയത്തിനായി താങ്ങി.
അടിപൊളി കലക്കണോട്ടാ. കയറ്റി വെക്കണ ആളിയാ എന്നാ എടാ പൊളിക്കണോട്ടാ. കയറ്റി വെക്കണേ ചേട്ടാ പൊളിക്കണം. ഞങ്ങൾ തുടങ്ങാൻ പോകണ്ട. ആയിക്കോട്ടെ തുടങ്ങിക്കോ. ചേട്ടാ ചേട്ടാ തുടങ്ങിക്കോ. ഓക്കെ ചേച്ചിന്റെ ചേച്ചി അകത്തുണ്ട്. ഇതെന്തിനാ എനിക്ക് കൈ തന്നെ? അത് ഞങ്ങളിങ്ങനെ പ്രയർ ചെയ്ത് കൈ കൊടുത്താൽ അങ്ങനെ ഞങ്ങള് കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാം കൈ കൊടുക്കും. ഇനി ആർക്കും കൈ കൊടുക്കണ്ട, തുടങ്ങിക്കോ. ചേച്ചി വിളി. ചേച്ചിക്ക് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുക്കാൻ ഒരു വേണ്ട, നീ തുടങ്ങിക്കോ. ഓ, ശരി. പോയി തുടങ്ങിക്കോ. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. 3 പേര് കേൾക്കാണ് കേട്ടോ. കാശ് കൊടുത്ത് പറഞ്ഞ കാശിനാണ് ഈ പെയിന്റ് മേടിച്ച് തന്നേക്കണത്. അനാവശ്യമായിട്ട് ഈ സാധനം കളയരുത്. ആരുകളെ ഞാൻ ആവശ്യമായിട്ട് നീ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പെയിന്റ് ചെയ്തിട്ട് ആ വാഴച്ചോട്ടി കൊണ്ട് 5 കളർ പെയിന്റ് ആണ് ഒഴിച്ചിട്ടേക്കണത്. എത്ര രൂപ മുതലാണെന്ന് അറിയാവോ? വെക്കട ഇവിടെ കണ്ടടാ, ഇത് ഞാൻ അന്നേരം ഞാൻ എന്താ പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്ന ഉപകാരം ഇത് ദ്രോഹത്തിന് എന്റെ തലേ വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് ദ്രോഹം. ചേട്ടനൊരു ഒരു ഗുണം ചെയ്ത വെച്ച ഉപകാരം ചെയ്ത പിന്നെ എന്റെ പെയിന്റ് കൂടെ വാഴച്ചോട്ടിൽ ഒഴിച്ചല്ലേ ഗുണം കാണിക്കണത്. പറഞ്ഞു കൊടു. എന്താണ് പിള്ളേർ കേൾക്കണ്ട. ചേട്ടനൊരു കർഷകശ്രീ അവാർഡ് ഫ്രീ ആയിട്ട് ഇട്ടാ പുളിക്കുക. എവിടുന്ന് കിട്ടാൻ? ആ ഇവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടാനായിട്ട്? ചേട്ടാ ആ വാഴ കൊലച്ച വാഴയാണ്. അത് കൊലച്ചിട്ടില്ല. ഇല്ലല്ല ഇല്ല. ഞാൻ ഈ പല കളർ പെയിന്റ് അവിടെ കൊണ്ടുവച്ച് എന്തിനാ ആ കൊല വളർന്ന് വരുമ്പോ പല കളർ പഴം ചേട്ടന് കിട്ടിക്കോട്ടെ. അപ്പൊ ചേട്ടൻ അത് വെട്ടി കൃഷിഭവനും കൊണ്ട് കൊടുത്ത് കർഷകശ്രീ കിട്ടും. പല കളർ കിട്ടുവാ? പിന്നെ എന്നാ പിന്നെ അതങ്ങനെ വേണ്ട. അവരുടെ അച്ഛനൊരു കൊല വേണം. പണി നടക്കണം, പണി നടക്കണം. ഓക്കെ തുടങ്ങിയേക്കല്ലേ. അതേ എന്താ 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 വിളിച്ചേ? ആരാ? ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചാണ് അതേന്ന്. ഭാര്യനെ അതെന്നാണ് ഞാൻ വിളിക്കുന്നത്. അതേന്ന് വിളിക്കും, അപ്പോന്ന് വിളിക്കും, ഇപ്പൊന്ന് വിളിക്കും, ചിലപ്പോ ഉപ്പേന്ന് വിളിക്കും. ഉപ്പിന്റെ കേസ് പറഞ്ഞപ്പോഴാ ഇവൻ പോലീസല്ലേ ഒപ്പിടുന്നതിന് ഉപ്പൊന്നും പറഞ്ഞിട്ട്. നീ കഥ പറയാ, പോയി പെയിന്റ് എടുക്കാം. പുള്ളി ഭയങ്കര തോന്നുന്നു, പുള്ളി ചൂടാട്ടാ. കുഴപ്പമില്ല, പിള്ളേരിച്ച് കുഴപ്പം ഞാൻ ക്ലിയർ ചെയ്യാതെ. നീ ഏറ്റവും വലിയ ഉഴപ്പ്. നീ പോയി പെയിന്റ് അടിക്കും. നിങ്ങടെ വന്നേ. അതെ ദേ കരം തീർത്ത രസീത് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ ഇപ്പൊ അവര് അമേരിക്കക്കാരൻ ആളെ വിടുമെന്ന് പറഞ്ഞാൽ നോക്കാനായിട്ട്. അപ്പൊ ഞാൻ അക്ഷയെ പോയിട്ട് ശൈശകാശവാസം വീട്ടിൽ മേടിക്കണം. എന്താടാ എന്റെ ഭാര്യയോട് സംസാരിക്കണം? നിങ്ങൾക്ക് എന്താ കാര്യം? ഇവിടെ എന്തോ ഒരു സംഭവം. എടാ അക്ഷയെ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന കാര്യം പറഞ്ഞു. നീയൊക്കെ പാടാ. എന്താണെന്ന് പ്രശ്നം ഇവിടെ ഉണ്ടല്ലേ? എടാ ഒന്നുമില്ല, നാളെ അവര് നോക്കാൻ വരുമെന്ന് പറഞ്ഞ. അപ്പൊ ശൈശകാശവാസം സർട്ടിഫിക്കറ്റ് മേടിക്കണം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അത് മേടിക്കണം. ആ കൈവശത്തിന്റെ കേസ് പറഞ്ഞപ്പോഴാ പോയി പണിയെടുക്കാം. എന്തേലും പറഞ്ഞ അപ്പൊ വന്നേക്കണം അവനൊക്കെ. മാസത്തിലൊരിക്കലും വരുവുള്ളൂ. അവളെ ശൈശകാശം ഞാൻ മേടിക്കാൻ പോയിട്ട് നോക്കിക്കോണം കേട്ടോ. എടി 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 അവരെ നോക്കാനല്ലേ പറഞ്ഞത്, മൊത്തത്തിൽ പണി നോക്കിക്കോണം. ഞാൻ നോക്കിക്കോളാം. കേട്ടാ? ആ പോവാണോ? പോയിട്ട് ഞാൻ വരും. അപ്പൊ ഒക്കെ പോകല. ഓക്കെ ഡാടാ സാധനം പോയിട്ടെ. സാധനം മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ. അല്ല ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതേ, ഈ പല കളർ പഴത്തിന്റെ കേസ് പറഞ്ഞില്ല, ഉവ്വ. അത് മാറ്റി പല കളർ തേങ്ങയാക്കിയാലോ എന്നുള്ള രാജനുണ്ട്. വേണ്ട നീ ഇവിടെ കാണിച്ച്. ഞാൻ പാട്ട് പാടിയ അതാണ് പറഞ്ഞത് വൃത്തിയാണെന്ന്. നീ എന്താ ഇവിടെ കച്ചേരി നടത്താൻ വന്നാണ്? ചേട്ടാ ഒരു കലാകാരനെ ഉള്ളിൽ കിടന്ന് തുടിക്കുന്ന ഒരു കലാകാരനെ തുടിപ്പിക്കാൻ കുറെ നേരമായിട്ട് കാണുന്നുണ്ട് ഞാൻ. ചേട്ടൻ എന്റെ ഗംഗ കയറണം. നിന്റെ ഗംഗ യമുന ഒന്നും എനിക്ക് കേക്കണ്ട. ഏട്ടൻ കേക്കണം, ചേച്ചിയും കേക്കണം. ഗംഗയെ കൊണ്ടോ എന്ത് സെറ്റപ്പാന്നറിയാം. മതി ഇതൊന്നേ. എന്റെ ഗംഗ പാട്ട് കേട്ടിട്ടെ പമ്പേന്ന് ആള് വന്ന് അടിച്ചതാ. പിന്നെ അതെ ചേട്ടാ കുതിര ഉണ്ടോ? എന്റെ അറ്റ പേര് വിളിച്ചാലുണ്ടല്ലോ. നിങ്ങളാണല്ലോ എന്റെ അറ്റ പേരൊക്കെ പറഞ്ഞു കൊടുത്തത്. ഞാനല്ല. ഈ ചേച്ചിയുടെ പേര് കുതിര. ചേട്ടനുണ്ട് ഇരട്ട പേര്? എന്റെ പേര് മുതിര. അപ്പൊ മുതിര തിന്നുന്ന കുതിര. ഞങ്ങൾ എന്തു ആയിക്കോട്ടെ, നീ ആവശ്യമില്ലാത്ത നീ പറയേണ്ട കാര്യം അവർക്ക് അറിയാതെ. ചേട്ടാ ഒരു കുതിര കിട്ടേണ്ടല്ലോ, അതിന്റെ പൊക്കത്ത് ഇരുന്ന് അടിക്കായിരുന്നു. നീ എന്നാ ബാഹുബലിയാ കുതിരയുടെ മുഖത്ത് കയറിനടിക്കാൻ? നീ ഇവിടെ അടിക്കണ്ട, പിന്നെ നീ പുറകെ പോയി. എടാ കുതിര വേണ്ട, ഏണി വെച്ചടിയറാ. ഏണി വെച്ചടിക്കണം അല്ലേ? എന്തുകൊള്ളടാ പോയി പണിയെടുക്ക് പോ. ചെല്ലി ഞാൻ പൊക്കോളാം, അത് കാര്യം അറിയാം. നീ ഞാൻ വന്നേ. ഞാൻ പോയാൽ ശരിയാകല കേട്ടോ. നീ പോയി അത് മേടിച്ചാ മതി. അറിയാലോ ശൈശകാശം. അത് പറഞ്ഞാ മതി. അത് പോയി മേടിച്ചോ ചെല്ലി. അതെ 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 അതെ. എന്റെ പോലെ ഒറ്റ മിനിറ്റ്. എന്ത് മൊത്തം ഒരു അരമണിക്കൂർ പണി ബ്ലോക്ക് ചെയ്യുന്നതിന് വിഷയം ഉണ്ടോ? എന്താ കാര്യം എന്ന് പറ. എന്താ നെയ്മർ തീർന്നിരിക്കുകയാണ്. നെയ്മർ തീർന്നിരിക്കണ്ട. നെയ്മറല്ല പ്രൈമർ. ആ പ്രൈമർ തീർന്നിരിക്കുക അവിടെ. അതിനിപ്പോ എന്താ? അല്ല ഇപ്പൊ ചേച്ചി എന്തായാലും പഞ്ചായത്തിൽ പോയില്ലേ? പഞ്ചായത്തിൽ പോയാണ്. അപ്പൊ പഞ്ചായത്തിന്റെ തൊട്ടടുത്താണല്ലോ ഈ പെയിന്റ് കട. അതെ. അപ്പൊ ഞാനും ചേച്ചി അവിടെ വരെ പഞ്ചായത്ത് പോയി. പഞ്ചായത്ത് ഓഫീസിൽ ചേച്ചി പോയിട്ട് അപ്പൊ ഞാൻ ഇപ്പുറത്തെ പെയിന്റ് കടയിൽ നിന്ന് പെയിന്റ് മേടിച്ചോണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വരുന്നു, എടുത്തിട്ട് അടിക്കുന്നു. അവിടെ പെയിന്റ് അടിക്കും. അടിക്കാനായിട്ട് പെയിന്റ് ഇല്ല. പെയിന്റ് ഇല്ല. അതുകൊണ്ടേ പണി നടക്കും. പോണം. അപ്പൊ നീ ഇവിടെ ഞങ്ങൾ പോയിട്ട് വരാം. നമുക്ക് പോയിട്ട് വരാം. പെയിന്റ് മേടിച്ചോണ്ട് വരാം. എന്റെ ദൈവമേ, എന്റെ ഈ ഒടുക്കത്തെ മറവിയാണ് എല്ലാത്തിനും കാരണം. ഒടുക്കത്തെ എന്താടാ
ഇടാ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ 1 ലിറ്റർ പ്രൈമർ അതിനകത്ത് മേടിച്ചു വെച്ചു. പിന്നെ എല്ലാ കൊണ്ടോടെ ഇതിനകത്ത് എന്തിനാ കൊണ്ടുവരും? അതൊന്നും വേണ്ട. ഞാൻ മേടിച്ച് അതിനകത്ത് ഇരിക്കുന്നത് എന്തിനാ അധികം? അല്ല ഇപ്പൊ എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ? ഒന്നും വേണ്ട. ഒന്നും മേടിക്കാനല്ല. ഒരു സാധനം വേണ്ടല്ലോ. ഒന്നും വേണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. എല്ലാം ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ അടിക്കണ്ട, നിങ്ങൾ അകത്ത് മേടിച്ചു. ചേട്ടാ ഇവിടാണ് ചേട്ടാ. ഇത് ഫ്രണ്ട് ഇപ്പൊ വന്ന് കാണുന്നവരുമല്ലേ? ആണോ? ആ അമേരിക്കക്കാരൻ വരുമ്പോ ഇവിടാണ് നമ്മൾ. അപ്പൊ ഉറപ്പിച്ച നിങ്ങൾ ഇവിടെയാണ് നിൽക്കണം. ഇവിടെ ഇരിക്കാം. നീ അകത്ത് പോകും, ഞാൻ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി. പൊക്ക അകത്ത് പോകും. എടാ അഥവാ ഇനി അമേരിക്കക്കാരൻ ബാക്കി കൂടെ വന്നാ ബാക്കി അകത്തടിക്കാം. അകത്ത റൂമിൽ അടിച്ചേച്ച് വന്ന് ഫിക്സ് ചെയ്യും. എവിടെ നിൽക്കണമെന്ന് ഫിക്സ് ചെയ്യും. അകത്താണോ പുറത്താണോ? ചിലപ്പോ അകത്തടിക്കും, ചിലപ്പോ പുറത്തടിക്കും. അതല്ല, അകത്താണോ പുറത്താണോ? അകത്താണോ? അകത്ത്. അതാണ്. ഡേ ആ കേട്ടോ, എന്തൊരു കഷ്ടം. നീ കേറകത്ത് അകത്തടിച്ചോ. അകത്തടിച്ചോ, നിങ്ങൾ അകത്തടിച്ചോ. ഞാൻ പറഞ്ഞില്ലേ ഈ എന്റെ മണ്ടത്തരം ചില. എടാ അമേരിക്കക്കാരൻ ഇതിലല്ലേ വരൂ, കാർ അതിലേ വരൂ. ഇത് തീർന്നിട്ടില്ല. ഫ്രണ്ട് വശം വന്ന് കാണാം. അമേരിക്കക്കാരുടെ അസുഖം എനിക്ക് മനസ്സിലാകും. ഒരു കാര്യം ചെയ്യും, അല്ല ഇത് ഫ്രണ്ട് എനിക്ക് കൈശവശം ഇവിടെ ഇതെന്ത് കഷ്ടം. ഇത് എന്റെ വീടല്ലേ ഇത്? നിന്റെ വീടം ഇരിയോടാ. നീ പോടാ പോടാ, നീ വാടാ, നീ ഇങ്ങോട്ട് വാടാ, നീ എന്ത് തോൽവിയാണ് അയൽവാസികള്. വെറുതെ കിടന്ന് അടി ഉണ്ടാക്കാൻ പറഞ്ഞ ആര് നിന്നെ അടി ഉണ്ടാക്കി? അയൽവാസി അടി ഉണ്ടാക്കി. അടി ഉണ്ടാക്കി എന്തിന്? നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? അടിക്കാൻ പറഞ്ഞു. എങ്ങനെ അടിക്കാൻ പറഞ്ഞു? ഏണി വെച്ച് അടിക്കാൻ പറഞ്ഞു. ഏണി വെച്ച് അടിക്കാൻ പറഞ്ഞ? ഞാൻ അപ്പുറത്ത് പോയപ്പോണ്ടല്ലോ ഒരു പയ്യൻ ചുമ്മാ നിക്കാണ്. ഞാൻ അവന്റെ അടുത്ത് 1 2 പറഞ്ഞ് ഏണി വെച്ച് അവൻ എന്നെ അടിച്ച് ഞാൻ തിരിച്ചടിച്ച് മൊത്തത്തിൽ അടിയോട്ട് അടി. അവന്റെ അടുത്താ? അവന്റെ അടുത്ത് എടാ, അവന്റെ കൊക്കിനെ വെടിവെക്കണ തോക്കളാണ് അവൻ വെടിവെക്കാത്ത. എന്താ തോക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, പരിസരവാസികളോട് വഴക്കുണ്ടാക്കരുത്. എവിടെയെങ്കിലും പോയി തടിയാ. പോടാ. നീ പോയി. അതെ, ഇവന്മാരവിടെ പെയിന്റ് ചെയ്തോളും. അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നാ മതി. ഞാൻ വരുന്നവരെ അങ്ങനെ ഇരുന്നാ മതി. അകത്തും പുറത്തും മനസ്സിലായ? മനസ്സിലായെന്ന് നടക്കട്ടെ. പോണോ? എന്തോ പണിയെന്ന അവനോടാണ്. എന്നോടാണ്. ആണോ? സാധനം പോയിട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ ആ വെള്ള ചുരിദാറില്ലേ, അതിൽ ആരാ ഡിസൈൻ ചെയ്തത്? പ്രസന്റ് സാർ. ആണോ? എവിടെ അടിപൊളിയാണ്ടോ. ഭയങ്കര അഭിപ്രായം അതിനെ പറ്റി. നീ ഏത് ഡിസൈൻ ചെയ്തു? നീ കുന്തവാ ഡിസൈൻ. അതാ കഴിഞ്ഞ ആഴ്ച പണിക്ക് വന്ന ബ്രഷ് കഴിയാവായിട്ട് അപ്പൊ ബാക്കിൽ എന്റെ ബാക്കി കിടന്ന അയലേ ചേച്ചിട്ട് ഒരു വെള്ള ചുരിദാർ വിരിച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ എടുത്ത് കുടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെയിന്റ് പിടിച്ച പാടാ ഡിസൈനാന്ന് പറഞ്ഞിരിക്കുക. ഡിസൈൻ പിടിച്ച് നീ കേട്ടാ കൂടെ പോയി പണിയടാ. പണിതുകൊണ്ട് കൂടെ ഞാനുണ്ട് കൂടെ. ചേച്ചി പേരെന്തോ ചേച്ചി? ഇത്രയും നാളുണ്ടായിരുന്നില്ലേ? പേരൊന്നും ജസ്റ്റ് ചോദിക്കാൻ പറ്റില്ല. അതാ എന്റെ പേര് ഗേളി. ഏത് ഫുട്ബോൾ ടീമിന്റെ ഗോളി? എടോ ഗോളിയല്ല, എന്റെ പേരാ പറഞ്ഞ ഗേളി. ഗേളി അടിപൊളി പേരാണല്ലോ. എന്റെ അമ്മൂമ്മയുടെ ഇതുപോലത്തെ ഒരു പേരാ. അതെന്ത് പേരാ? കാളി. കാളി അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര. എടോ ഞാൻ കാര്യം പറയട്ടെ. എന്റെ ചേട്ടൻ ഇപ്പൊ വരും. അപ്പൊ അത് അടിച്ചു തീർക്കണം. ചെല്ലി. അല്ല ഇത് എന്റെ കുറ്റമല്ല. ഞങ്ങൾ സാറിന് 8 പേരാ പണിക്ക് പോണേ. പിന്നെ ഞങ്ങളുടെ കുറ്റമായിരിക്കും. അല്ല ഇത് ആളെ കിട്ടുന്നില്ല. ഞങ്ങൾ 3 പേരേ ഉള്ളു. ഇപ്പൊ അമ്മമാർ അതടിക്കുന്നു. അപ്പൊ എനിക്കിവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഈ ഫ്രണ്ട് പോർഷൻ തീർക്കാൻ. പകരത്ത് നമുക്ക് കൈസഹായത്തിന്റെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പടപടാന്ന് പണി തീർത്തു. എടോ തനിക്ക് ഒരാളെ കൂടി വിളിച്ചോണ്ട് വരായിരുന്നില്ലേ? അതെങ്ങനെ ചേച്ചി? നമുക്ക് മനസ്സിനിണങ്ങിയ നമ്മുടെ ഒരു കൈവഴക്കത്തിനുള്ള ഒരാളെ കിട്ടണം. ഇപ്പൊ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാനോട്ട് മനസ്സിനിണങ്ങി കഴിഞ്ഞു. എന്തെന്ന്? അല്ല അങ്ങനല്ല. ഇപ്പൊ ചേച്ചി കൂടെ ഒന്ന് സഹായിച്ചാ പെയിന്റ് അടിക്കാം. ഞാൻ സഹായിച്ചു തരാനാ? അയ്യേ, പെയിന്റ് പണിയൊന്നും എനിക്കറിയാൻ പാടില്ല. താൻ പോയൊന്ന്. പിന്നെ എനിക്കറിയോ? ഇങ്ങനൊക്കെയാ പഠിക്കുന്ന. നീ വന്ന ചേച്ചി. ഞാൻ എടാ അകത്ത് പോടാ. ആ സൈഡ് പോടാ. അല്ല ഇവിടെ കഴിക്കില്ലല്ലോ. എടാ അവിടെ പോടാ. ഞാനാ? നീ പോടാ. അകത്ത് പോടാ. അകത്ത് പോണോ? കേട്ടോ? എന്താ? പോടാ. ആഹാ. ചേച്ചി നീ വന്ന് ഇങ്ങോട്ട് വന്ന് എന്തേന്ന് ഈ ബ്രഷ് ഒന്ന് പിടിച്ചേ. കാരണം ഞാൻ ചേച്ചിയോട് ഇഷ്ടമുണ്ട് ഈ പച്ച കളർ പെയിന്റ് എന്ന് എടുത്താ അറിയാ. ഇത് പിടിച്ചേ. കണ്ടാ ഇങ്ങനെ അങ്ങോട്ട് മുക്കിയിട്ടുണ്ടല്ലോ. പതുക്കെ അടിച്ചാൽ മതി. 5:30 വരെ സമയം ഉണ്ടല്ലോ. അടിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ അതിങ്ങനെ കൊണ്ടുപോയിച്ച് നമ്മള് ഇങ്ങനെ അടിക്കും. ഇങ്ങനെ അടിച്ചേണ്ട. ഇങ്ങനെ മേലോട്ടൊരു വലി, താഴോട്ടൊരു വലി. അത് കഴിഞ്ഞ് തൂണയിൽ ഇങ്ങനെ വന്നിട്ട് കറങ്ങി ഒരടിയായി. ഒരുപാട് വലിപ്പിക്കടാ, വലിവുള്ള ആളാണ്. ഇനി ചേച്ചി മാറിക്കേ. ചേച്ചിയെ പിടിച്ചു കഴിഞ്ഞ് ഇനി ചേട്ടൻ ചേച്ചിയെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ചേട്ടനെ പഠിപ്പിക്കാം. വൃത്തിയോട് കാണിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്ത് വൃത്തിയാണ് ഇത്? ഞങ്ങൾ എല്ലാ വീട്ടിൽ ചെന്നാ വീട്ടുകാരെ പെയിന്റിങ് പഠിപ്പിക്കും. അതുകൊണ്ട് എന്താ നമുക്കിപ്പോ വർക്കില്ല. വർക്ക് ഉണ്ടാകില്ല. നിന്നാടെ എന്ത് പറഞ്ഞിട്ട് അടിയാൻ പോയത്? പണി പെട്ടെന്ന് തീർക്കണ്ടേ? അതുകൊണ്ട് പണി പെട്ടെന്ന് തീർക്കാനായിട്ട് പോയി അടിച്ചു തീർക്കും. പുറകെ മറ്റവനെ ഏണിയാട്ടിക്കാട്ട് ഏണിയായിട്ട് പോയി പുറകെ പോയി തീർക്കും. എന്ത് കട്ടോ എടുത്തോണ്ട് പോ. എല്ലാം എടുത്തോണ്ട് പോ. കൊള്ളാല. ഞാനേ നിന്റെ ആങ്ങളെന്നൊന്ന് വിളിച്ചിട്ടേ. എടാ അവന്മാർ ഇവിടെ വന്നത് 10:30 ഞാൻ പറഞ്ഞല്ല.
അത് കഴിഞ്ഞ് പണിതിട്ടില്ല. പിന്നെ നിന്റെ പെങ്ങളുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാല്ല. ഈ 50 പേരെ ലൈൻ വെച്ചിട്ട് എൻ്റെ തലയിലായിട്ട് ഇപ്പൊ ഇവിടെ വന്ന 3 പേരെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല അതവിടെ നിൽക്കട്ടെ, അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം. അതേ ഞാനിപ്പോൾ പുറത്തോട്ട് പോയണം. അവന്മാർ മര്യാദക്ക് പണിയണില്ല. 5 പൈസ ഞാൻ നിനക്കും തരില്ല, അവന്മാർക്കും കൊടുക്കുകയല്ല. അമേരിക്കാർ തന്നെയായിരുന്നു, മനസ്സിലായ? അതിന് പണിയുണ്ട്. ഞാനിവളും കൂടി പുറത്ത് പോയിട്ട് ഞാൻ വേഷം മാറി ഇവിടെ വരും. അവന്മാർ പണിയുണ്ടാന്ന് നോക്കും. പണി എടുക്കണില്ലെങ്കിൽ മോനെ 1 രൂപ കാശ് ഞാൻ തരികയല്ല കേട്ടാ. ആ വേഷം മാറി വരും. ആ ശരി, വേഷം മാറി വരുമോ? നീ കേട്ടോ വന്നേ, പണി ഞാൻ കൊടുക്കാം, നിനക്ക് പറഞ്ഞുതരാം. അതെ ഞാനില്ല. ഇതുപോലൊരു നാറിയ വീട്ടുകാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഇത് എന്തോരം പണിയെടുപ്പിക്കണത്? പിന്നല്ലാതെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരല്ലേ? ഇനി ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ടൊക്കെ അവനെങ്ങാണ്ട് പോയതാ. ഞാൻ പറഞ്ഞാ തിങ്കളാഴ്ച പണിക്ക് വരണ്ടെന്ന്. വെറുതെ ഭ്രാന്ത് പിടിക്കാനായിട്ട് പണിക്ക് വന്നിരിക്കുന്നു. ഹലോ, ആ പറയലേ, അളിയന്റെ വീട്ടിൽ പെയിന്റിങ് അറിയാ? അല്ല, നമ്മൾ നേരത്തെ വന്ന് പുള്ളി ഭയങ്കര തോൽവിയാട്ടാ. പുള്ളി കുറ്റം പറഞ്ഞില്ല, പുള്ളിയുടെ നാക്കെന്ന് വരത്തില്ല. പറയടാ. എന്നിട്ട് ഓ ഇങ്ങോട്ട് വരാൻ. അത് ശരി, അത് കുഴപ്പമില്ലല്ലേ, അത് നമ്മൾ ഡീൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് വിഷയമില്ല. നിനക്ക് കുഴപ്പമുണ്ടാകത്തില്ല പണി പിടിച്ചിട്ട്. ഓക്കെ ശരി. സംഭവം സീനായി. എന്താ സംഭവം? എന്താ? സുഗുവ വിളിച്ച് നമുക്ക് പണി തന്നു ഇവിടുത്തെ പുള്ളിയുടെ അളിയൻ. അപ്പൊ ഇവിടുത്തെ പുള്ളി സുഗുവിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നറിയാമോ? നമ്മള് കഴിഞ്ഞ ആഴ്ച വന്നാണ്, പിന്നെ വന്നിട്ടില്ല, ഇന്നാണ് വരുന്നത്. അതും വന്നത് 10 മണിക്ക്. അപ്പന്മാർ ഉഴപ്പാണ്, ഭയങ്കര പഞ്ചാരിയാണ്. വിളിച്ച് വിളിച്ച് പറഞ്ഞേക്കുക. അതുകൊണ്ട് പുള്ളി ഇപ്പൊ പുറത്തോട്ട് പോയില്ലേ. എന്തിനാന്നറിയാ? പിച്ചക്കാരന്റെ വേഷത്തിൽ ആ വേറെ പോലീസുകാരന്റെ വേഷത്തിലാണ് നമ്മളെ പറ്റിക്കാതെ. കാരണം ഇത് നമ്മൾ പണി ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ ചെക്ക് ചെയ്യാൻ. പുള്ളി വേഷം മാറി വരുമോ? ഒരു പണിയൊന്നും കൊടുക്കണ്ട. നമ്മൾ ഇത്ര ഇട്ട് വിയർപ്പിച്ചവന് ഒരു പണിയും കൊടുക്കണ്ട. ഒരു പണി കൊടുക്കണം കേട്ടാ. അപ്പൊ ഒരു പണി ചെയ്യണം. അപ്പൊ അവൻ പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ ആത്മാർത്ഥമായിട്ട് പണി അമ്മ വല്ലതും തരണേ. വല്ലതും തരണേ. അല്ല, ഇതാര് പിച്ചക്കാരനോ? ഞങ്ങളെ ഇവിടെ പെയിന്റിംഗ് ആണ്, ആത്മാർത്ഥമായിട്ടുള്ള പെയിന്റിംഗ് ആണ്. അതാണ്. ഒരു പാവം പിടിച്ച ഒരു മുതലാളിയുടെ വീടാ. പിച്ചക്കാരെ കളിയാക്കരുത് കേട്ടോ. കളിയാക്കില്ല. ഞങ്ങൾ ഈ ലോകമാകുന്ന ഭൂമിയിൽ എല്ലാരും പിച്ചക്കാരല്ലേ ചേട്ടാ? അല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടെ പണിക്കുകയാണ് ആത്മാർത്ഥമായി. വേർത്തിട്ട് പാടില്ല. എന്നെ കണ്ട പിച്ചക്കാരനായിട്ട് തോന്നത്തില്ലേ? താടിയുണ്ട്, ഞാൻ പിച്ചക്കാരൻ തന്നെ ആണ്. അല്ലെന്നാര് പറഞ്ഞു? മനസ്സിലായല്ലോ. അതെ, ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പണിക്ക് വന്നപ്പോ 10 കുറ്റി പുട്ട് കയറ്റുന്ന ഞങ്ങണ്ട അഭിനയം. അതെ, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? ഇതെന്നത് ഞങ്ങളോട് ചോദിക്കുന്ന കയറി കഴിക്കാൻ പറയുന്നത്? അല്ല, ഞാൻ പിച്ചക്കാരനല്ല, അപ്പൊ അകത്ത് കയറി കഴിക്കാൻ പറ്റുമോ? അതിനെന്താ അത് കയറി കഴിക്കുന്നതില്ലേ? കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടുത്തെ മുതലാളി? മുതലാളി എന്ന് പറഞ്ഞ ഇതുപോലെ ഡീസന്റ് ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല എന്റെ പണി. തൊഴിലാളികളോട് ഇത്രയും സ്നേഹത്തിൽ പെരുമാറുന്ന ഒരു മുതലാളി അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ 3 പേര് പണി വിയർത്തിരിക്കുന്ന. നിങ്ങളിവിടുത്തെ പണിക്കാരാണോ? ഞങ്ങൾ പണിക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അത്ര ഡീസന്റ് ആ മുതലാളി. അപ്പൊ ഞാൻ കഴിക്കട്ടെ? അല്ല, എവിടെ ഭക്ഷണം? അവിടെ ഇനി വഴി കാണിച്ചു തരണ. ഇനി ഞാൻ കഴിച്ചിട്ട് വരാം. വളരെ സന്തോഷം. ഗോപി തോറ്റു കേട്ടോ. നമ്മള് കട്ടക്കുന്ന നമ്മള് ഉഷാറായിട്ട് പുള്ളിയുടെ മനസ്സിൽ ഒരു വില ഉണ്ടാക്കണം. കഴിച്ചോ? ബ്രെഡും പഴവും ഉണ്ടായിരുന്നു. ഇന്നലെ മേടിച്ചു വെച്ച് കാണുമല്ലോ. അല്ല, മുതലാളി മേടിച്ചു വെച്ച് കാണുമല്ലോ വീട്ടിൽ മുതലാളി. അപ്പൊ വലിയ സന്തോഷമുണ്ട്. നല്ല മനുഷ്യരാണ് നിങ്ങൾ. പിന്നെ ഒരു കാര്യം, അതായത് എന്റെ മോന്റെ പിറന്നാളാ നാളെ. അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ്, അതായത് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. അതിനൊരു 500 രൂപ തരും. ഒരു മിനിറ്റ്. സംഭവം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഓവർ ആക്ട് ചെയ്ത് സംഭവം പോയി. അല്ല, ഏതെങ്കിലും പിച്ചക്കാർ മോനൊക്കെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നു പറയും. പക്ഷെ ഇതെന്തായാലും നമ്മൾ അറിഞ്ഞ ഭാവം നടിക്കണ്ട. നമ്മളായിട്ട് 500 രൂപ ആവശ്യം പോലെ എടുക്കാമല്ലോ. 500 1000 എടുക്കാമല്ലോ. അതിനിപ്പോ എന്താ നമ്മളോട് ചോദിക്കണ്ടല്ലോ. അല്ല, അത് ഒന്ന് ഉണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്മുടെ ഇല്ലല്ലോ, പൈസ ഇല്ല. അകത്ത് ആവശ്യത്തിന് എടുക്കാമല്ലോ. അല്ല, ഞാൻ അകത്തെങ്ങനെ, ഞാൻ പിച്ചക്കാരൻ. അയ്യോ, അകത്ത് കയറി എടുത്തോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്ത് പരാതി?
ഒരു വിഷയമല്ല അപ്പൊ എവിടെ- മുതലാളി ഡീസന്റാ, മുതലാളി ഒന്നും പറയില്ല. അപ്പൊ എവിടെ പൈസ ഇരിക്കുന്നു? അതെ അകത്തൊരു അലമാര ഇരിപ്പുണ്ട്. അലമാരയുടെ പൊക്കത്ത് താക്കോലുണ്ട്. ആ താക്കോൽ എടുക്കുക, അലമാര തുറക്കുക, അതിനകത്ത് സ്വർണ്ണമുണ്ട്, പൈസ ഉണ്ട്, വീടിന്റെ ആധാരമുണ്ട്, എന്താന്ന് വെച്ച് എടുത്തോട്ട് പോയി. 3 ലക്ഷം രൂപ അലമാരിക്കകത്ത് ഇരിപ്പുണ്ടെന്ന് ഞാൻ കേട്ടാ പറയുന്നത്, ഇടയ്ക്ക് പറയുന്നത്. സ്വർണ്ണം ഇരിപ്പുണ്ട്, അലമാരയുടെ പൊക്കത്ത് താക്കോൽ ഇരിപ്പുണ്ട്, എടുത്തു. അപ്പൊ ഞാൻ എടുക്കട്ടെ? ഇത് അല്ലേ തന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണം? എടുത്തോണ്ടു നമ്മളെ ടെസ്റ്റ് ചെയ്താണ് കേട്ടാ. നമ്മളെ മണ്ടന്മാരൊക്കെ നോക്കിട്ട് ആ പിന്നെ പുളിക്കും മണ്ടന്മാരാണ്. എടുത്താ ആ എടുത്ത്. എല്ലാവരും വളരെ സന്തോഷം. ഓ സന്തോഷം. ഇതുപോലെ പണിക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനെന്നാ പോട്ടെ. മുതലാളിയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയാം. ശരി. ഇതിപ്പോ അറിഞ്ഞു കാണുമല്ലോ, പറയണ്ടല്ലോ. പേട്ടെല്ലാം നോക്കിട്ട് ഒറ്റ അടിക്കട്ടെ ഞാൻ ഇവിടെ. എന്താ എന്താ പിന്നെയാണ് അവൻ ഇടാവും കമ്പം കിടക്കിയേച്ച് പോയണ്ട. സംഭവമൊക്കെ നമ്മൾ പണിക്കാരാന്ന് തെളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ പുള്ളി പറഞ്ഞാൽ താടി പറിച്ച് കളയാൻ തന്നെ 10 മിനിറ്റ് 10 മിനിറ്റ്. അതല്ല, നമുക്ക് ഇന്ന് നേരത്തെ പണി നിർത്തി പോകാൻ കേട്ടോ. അമ്മാ തായേ. ഇതാരുടെ പശുവിനെ അടിച്ചോണ്ടിരിക്കണം? പശുവല്ലല്ലോ അത്. ഇത് പിച്ചക്കാരുടെ ശബ്ദമാണല്ലോ. ഇതെന്താ പിച്ചക്കാരുടെ സംസ്ഥാനം? അമ്മാ തായേ. വല്ലതും തരണേ. ഇവിടെ കിഴങ്ങ് മുഴുങ്ങി വെച്ചേക്ക് നിർത്തണ്ട് പോവാ, അല്ലെങ്കിൽ അല്ല നിങ്ങള് പണിക്കാരല്ലേ? അല്ല ഞങ്ങൾ ഇവിടുത്തെ കോൺട്രാക്ടർ. അല്ല നിങ്ങൾ പണി സമയത്ത് ഇങ്ങനെ ഇരുന്നാൽ മുതലാളിക്ക് അത് നഷ്ടമല്ലേ? മുതലാളിയുടെ പേര് പറഞ്ഞാൽ അടിക്കന്റെ കറ ഞാൻ വിളിക്കും ഞാൻ. ഇതുപോലെ ചെറ്റ നാറി ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഫീൽഡിൽ. അതെ, ഈ കോഴിക്കോട് പോലത്തെ ഒരു വീടുണ്ടല്ലോ, ഏതോ അമേരിക്കക്കാരന്റെ തലയിൽ ഭയങ്കര പൈസ കെട്ടിച്ചിരിക്കണം. ഇത് ഞങ്ങൾ നാളെ കൊളാക്കും. ഞങ്ങൾ കൊളാക്കും. ആര്? ഞങ്ങൾ കൊളാക്കും. ഒരു നാറിയാണ് മുതലാളി എന്ന് പറയുന്നത്. വേറെ കേസുണ്ട്. പക്ഷെ ഭാര്യ ഒന്നും കട്ടയാണ് അലുവ പീസ്. പക്ഷെ ആ നാറി പിടിപ്പിച്ച് എന്നെ കൊണ്ട് സമ്മതിക്കുന്നില്ല. ഞാനാണ് നിന്റെയൊക്കെ മുതലാളി. ഞാനാണ് മുതലാളി. താടിയുണ്ടല്ലോ. ദാടിയുണ്ട്. ഞാൻ പിറ്റക്കാരനായിട്ട് വന്നാ പരീക്ഷിക്കാനായിട്ട്. നേരത്തെ വന്നല്ല. നേരത്തെ ഒരു വിഷക്കാരൻ വന്നല്ല. എവിടാ? സുഖോളിയം വിളിച്ചായിരുന്നു ഞങ്ങളെ. വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉഴപ്പാന്നും പറഞ്ഞ് ഇവിടുത്തെ ചേട്ടാ ആലിയച്ചാർ വരും, വേഷന്മാർ വരും ഭിക്ഷക്കാരനായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചൂഷാറി നിന്നോണെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോ വേറെ ഭിക്ഷക്കാരൻ വന്നു. വേറെ ഭിക്ഷക്കാരൻ? അല്ല, പുള്ളിക്ക് കഴിക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കഴിപ്പിച്ചിട്ടാ വിട്ടേട്ടാ. അത് സാരമില്ല. അതും അല്ലാഞ്ഞിട്ട് പിന്നെ പൈസ വേണമെന്ന് പറഞ്ഞു. പാലന്മാരി ഇരിക്കുന്നൊക്കെ കാണിച്ചു കൊടുത്ത് പൈസ എടുത്തോണ്ട് പോയില്ല. അകത്ത് കയറി അലമാരി കയറിയ എന്റെ ദൈവമേ. ഈ പുള്ളി കണ്ടത് ഇതെന്താണ് സംഭവം? ഇതെന്താ സംഭവം? നേരത്തെ വന്നതാണ്. നേരത്തെ വന്നു ഈ പുള്ളി. ഇതൊക്കെ തുറന്നിട്ടൊക്കെ ഒരു കാര്യം നൈസായിട്ട് അവനെ വിളിച്ചു പറഞ്ഞ ഞാനല്ല. എന്റെ 3 ലക്ഷം രൂപ സ്വർണ്ണവും എന്റെ വീടിന്റെ പ്രമാണപരം എടുത്തിട്ട് പോയല്ലാണ്. ഇനി ഞാൻ എങ്ങനെ ജീവിക്കൂടാ? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? ചേട്ടനെ മുടിയൊന്ന് വെച്ചേ. എന്നിട്ട് ഞാൻ ചെയ്യണ പോലെ ചെയ്യ്. എങ്ങനെ? അമ്മ തായേ വല്ലതും തരണേ.